ഗസയിലെ ഖാൻ യൂനിസിൽ വീണ്ടും രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്തു. 2 ബന്ദികൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റുമുട്ടലിലെ മറ്റൊരു പ്രത്യേകതയായിട്ട് വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ സൈനികരും പോരാളികളും തമ്മിൽ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ഉണ്ടാവാറുണ്ട്, ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റുമുട്ടലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു തലത്തിലാണ് ഈ ഏറ്റുമുട്ടൽ പോകുന്നത് എന്ന് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും. BBC ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2 ബന്ദികൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹം സൈനികർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ പറയുന്നില്ല. ഗാദി ഹഗായി 72 വയസ്സുള്ള വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂതി വെയിൻസ്റ്റീൻ ഹഗായി 70 വയസ്സുള്ള ആളുമാണ് കൊല്ലപ്പെട്ടത്. ഇവർ ഖാൻ യൂനിസിൻ്റെ ബങ്കറിലെ ഒളിത്താവളങ്ങളിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ട്. മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള പരിശോധനയ്ക്കിടയിൽ ഏറ്റുമുട്ടലിലാണോ അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വെടിവെപ്പിലാണോ ഈ ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണവും വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇതിനു മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹമാസ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അപകടം ചെയ്യുമെന്നും തങ്ങൾ ബന്ദികളെ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സ്ഥിതി അല്ലെങ്കിൽ അത്തരം ഒരു വിവരണങ്ങൾ നിലനിൽക്കെ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയോ അതല്ലെങ്കിൽ ആ ശ്രമത്തിൻ്റെ ഇടയിൽ ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി IDF സംഘത്തിന് സാധിക്കുകയും ചെയ്തിരിക്കുന്നോ എന്നും സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ കൊന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകൾ അവിടെ നിലനിൽക്കുന്നു. ഇത് അപകടകരമായിരിക്കുന്ന ഒരു ഇടപെടലാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ചില മീഡിയകളൊക്കെ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ചിത്രീകരിച്ചു. ബന്ദിമോചനത്തിന് മധ്യസ്ഥരുടെ ഇടപെടലുകളെ അംഗീകരിക്കാതെ ബങ്കറുകൾ കയറി ഒറ്റക്ക് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിക്കുകയും ചെയ്തു. അവർ പറയുന്നത് 1.5 വർഷമായിട്ട് ഇത്രയും കാലം ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല. അവരുടെ ഇടപെടലൊക്കെ ഏറെക്കുറെ പരാജയത്തിലാണ് കലാശിച്ചത്. ഇസ്രായേലിൻ്റെ വെടിയേറ്റ് തന്നെ 3ലധികം ബന്ദികൾ കൊല്ലപ്പെട്ട വിവരങ്ങളും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സൈനികർക്ക് പോലും യഥാർത്ഥത്തിൽ ഖാൻ യൂനിസിൻ്റെ മേഖലകളിൽ സുരക്ഷിതമല്ലെന്ന് IDF സംഘത്തിൽ തന്നെ പല പ്രതിനിധികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയ്ക്ക് കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഖാൻ യൂനിസ് പോലെയുള്ള മേഖലകളിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി സൈനികരെ ബങ്കറിലേക്ക് പറഞ്ഞയച്ചത് തന്നെ തെറ്റായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവരുടെ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ സൈനികർ എത്ര മരണപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് സാധാരണ ഇസ്രായേലിൻ്റെ IDF സംഘം പറയാറില്ല. ശത്രുപക്ഷത്തിൽ നിന്ന് വീഡിയോ സഹിതമുള്ള തെളിവുകൾ പുറത്തു വരുന്ന സമയത്ത് മാത്രമാണ് അവർ സ്ഥിരീകരിക്കാറുള്ളത്. ഇത് ഉചിതമായിരിക്കുന്ന ഒരു കാര്യവുമല്ല എന്ന് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് കാണുന്നു. 56 ബന്ദികളാണ് നിലവിൽ ഹമാസിൻ്റെ കൈവശത്തിലുള്ളത്. 20 പേർ ജീവനുള്ളവരും ബാക്കിയുള്ളവർ മരണപ്പെട്ടവരുമാണ് എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ ഈ കാര്യം പറഞ്ഞത്. ചില ആളുകളുടെ എണ്ണത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 56 എന്നുള്ളത് 53 ആവാറുണ്ട്, 20 എന്നുള്ളത് 24 ആവാറുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു ജനാവലിയെ തന്നെ അങ്ങനെയാണ് ആ ഭാഗത്തുള്ള പരാമർശം കാണുന്നത്. ഹമാസ് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് 136 ആളുകൾ മോചിപ്പിക്കപ്പെട്ടു. ഇനിയിപ്പോൾ 56 ബാക്കിയുണ്ട്. 200-ലധികം ആളുകൾ 250-ലധികം ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് പുറത്ത് ഇറക്കിയിരുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണ സംവിധാനത്തെ വെച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് 1000-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ചവരെക്കുറിച്ച് ഏറെക്കുറെ വിവരം കിട്ടിയിട്ടുണ്ട്. 1000 ചില്ലാനും ആളുകൾ അന്ന് മരണപ്പെട്ടു. ബന്ദികൾ തട്ടിക്കൊണ്ടുപോയവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എണ്ണ സംഖ്യ ഹമാസ് അന്ന് പുറത്ത് വിടുകയും ചെയ്തു. ചില സമയത്തൊക്കെ ആട്ടുമുട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ അതിനൊരു കൃത്യത ഉണ്ട്. പക്ഷേ
1000-ലധികം ആളുകളെ ആ സമയങ്ങളിൽ തങ്ങൾക്ക് കാണാതാവുകയും അവരെ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടില്ല. ഇവരെവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും മധ്യസ്ഥ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഈ കാര്യം മധ്യസ്ഥരോട്, അതായത് ഈ ഖത്തറിനോടും ഈജിപ്തിനോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട, അതായത് ഞങ്ങൾക്ക് ഇത്ര ആളുകൾ കാണാതായിട്ടുണ്ട്, അവരെക്കുറിച്ച് വിവരങ്ങളില്ല, അത് ഹമാസിൻ്റെ കൈവശത്തിലുണ്ടെങ്കിൽ അവരത് പറയണം എന്നുള്ളത്. സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അവർ പുറത്തു പറഞ്ഞ എണ്ണൽ സംഖ്യത്തിൻ്റെ അപ്പുറം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലാണ് പല ഘട്ടങ്ങളിലും പറഞ്ഞത്. മാത്രവുമല്ല, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് കാണാതായിരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മധ്യസ്ഥ ചർച്ചയ്ക്കിടയിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഈ ചർച്ചയെ എവിടെയും എത്താതെ പോകുമെന്ന് മാത്രമല്ല, നമ്മൾക്കൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ സാധിക്കാത്ത സ്ഥിതികളും ഉണ്ടാവും. ആയതിനാൽ ഇത് നമ്മൾ റിപ്പീറ്റായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ യുദ്ധ വിരാമത്തിന് ശേഷം മാത്രമാണ് അറിയാൻ വേണ്ടി സാധിക്കുക. എന്ന് വെച്ചാൽ അപ്രത്യക്ഷരായിരിക്കുന്ന, കാണാതിരിക്കുന്ന 1000-ലധികം ഇസ്രായേലികൾ ഉണ്ട് എന്ന് ചുരുക്കം. അതേക്കുറിച്ചും നിങ്ങൾ വിവരം തരണം എന്ന് ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ പറഞ്ഞാണ്. ചെറിയ ഉദാഹരണങ്ങൾ അതിനോട് അനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇറാഖ് കുവൈറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സദ്ദാം ഹുസൈൻ കുവൈറ്റിനോട് മാപ്പ് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു. ഖേദം പ്രകടിപ്പിച്ചത് കുവൈറ്റ് തള്ളി. ഖേദപ്രകടനം അല്ല ആവശ്യം, ഭരണത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ് ആവശ്യം എന്നുള്ള ഒരു മറുപടിയാണ് കുവൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. അതോടനുബന്ധിച്ച് മറ്റൊരു നിർദ്ദേശം കുവൈറ്റ് മുന്നോട്ട് വെച്ചു. 200-ലധികം കുവൈറ്റി പൗരന്മാരെ ഇറാഖിൻ്റെ സൈന്യം കുവൈറ്റിലേക്ക് ഇടിച്ചു കയറിയതിന് ശേഷം കാണാതായിട്ടുണ്ട്. അവരെക്കുറിച്ച് വിവരം തരണം. 250-ന്റെ ആ കണക്കാണ് ഏകദേശം അവർ പറഞ്ഞത്. യുദ്ധം കഠിനമായ സമയത്തും യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ആ ഭരണം തുടരാത്തൊരു ഭരണമായതുകൊണ്ട് പിന്നീട് ഇവരെവിടെ പോയി, ഇവർ മരിച്ചതാണെങ്കിൽ എവിടെ അടക്കം ചെയ്തു, അവരുടെ ബോഡി എവിടെ എന്നതിനെക്കുറിച്ച് കുറേ വിഷയങ്ങൾ, കുറേ ചോദ്യങ്ങളുണ്ട്. ഭരണത്തിലിരിക്കുന്ന സദ്ദാം ഹുസൈനും മക്കളും ബന്ധപ്പെട്ടവരും അവർ വധിക്കപ്പെടുകയും മറ്റുള്ള പ്രധാനികളായിരിക്കുന്ന ആളുകളൊക്കെ രാജ്യം വിട്ടു പോവുകയും പിന്നീട് അവിടെ ഭരണം അട്ടിമറിയുകയും പുതിയ ഭരണ സംവിധാനം വന്നതോടുകൂടി കുവൈറ്റിൽ നിന്ന് കാണാതായിരിക്കുന്ന ആളുകളെക്കുറിച്ച് യാതൊരു വിവരമില്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ വിഷയമാക്കിയിട്ട് ഈ കാര്യം അറബ് ലോകത്തെ പത്രങ്ങളിലൊക്കെ പ്രാധാന്യത്തോടു കൂടി വന്നു. UN സഭയിൽ പോലും കുവൈറ്റ് ഒരിക്കൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ എല്ലാവരും കേട്ടുനിന്നു എന്നല്ലാതെ മറുപടി പറയാൻ വേണ്ടി ആർക്കും സാധിക്കാത്ത രീതിയിലുള്ളൊരു വിഷയ സാഹചര്യങ്ങൾ നിലനിന്നു. ഇപ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്. 1000-ലധികം ഇസ്രായേലികളെ കാണാതായിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് ചോദിക്കേണ്ട വളരെ പ്രധാനമായിരിക്കുന്ന ആളുകളൊക്കെ കൊല്ലപ്പെട്ടു പോയി. അതിലൊന്ന് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടു. പിന്നെ കാനൂനിസിൽ വെച്ച് മറ്റൊരു ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടു. അതിനുശേഷം ഈ മറ്റൊരു നേതാവ് വന്ന സമയത്ത്, അതായത് 3 നേതാക്കന്മാർ, ഹമാസിൻ്റെ തുടർച്ചയായിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന 3 നേതാക്കന്മാർ, യഹ്യ സിൻവാറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറും അടക്കമുള്ള ആളുകൾ, 3 അല്ലെങ്കിൽ അതിൽ 4 ഹമാസിൻ്റെ നേതാക്കന്മാർ തന്നെ കൊല്ലപ്പെട്ടു. ഏറ്റവും തലപ്പത്തുള്ള ആൾക്കാരാണ്. യഹ്യ സിൻവാർ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7-ാം തീയതിയുള്ള ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തലച്ചോറായി പ്രവർത്തിച്ച വ്യക്തി എന്നാണ് പറയുന്നത്. അങ്ങനെ തലച്ചോറായി പ്രവർത്തിച്ച വ്യക്തിയാകുന്ന സമയത്ത് ബന്ദികളെ ഒളിപ്പിക്കേണ്ടത് എവിടെയെന്നുള്ളത് ഏറെക്കുറെ ആൾക്കറിയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ഈ കാണാതായിരിക്കുന്ന ആളുകൾ ലിസ്റ്റിൽ പെടാതെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലുണ്ടോ എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടുപോയി. ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കിടെ തന്നെ പറയപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യം, യഹ്യ സിൻവാറിനെ കൊലപ്പെടുത്തിയത് തെറ്റായ നിലപാടായിരുന്നു. അങ്ങനെ കൃത്യമായിരിക്കുന്ന ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ജീവനോട് കൂടി പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്ന തരത്തിലാണ്. അതിന് IDF സംഘത്തിൽപ്പെട്ട മേധാവി എന്നാണ് അതിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി, ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും ആളുകളെ തിരിച്ച് അറിഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഞങ്ങളുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അക്രമം നടത്തുന്ന മേഖലയിലേക്ക് ഡ്രോണുകൾ പായിച്ചുകൊണ്ട് ആ മേഖലയിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ സ്ഫോടനം നടത്തുന്ന രീതിയാണ് സാധാരണഗതിയിൽ കാൻ യൂണിസിൻ്റെ മേഖലയൊക്കെ ഇത് IDF സംഘം ചെയ്യാറുള്ളത്. ആ പ്രവൃത്തി ആ മേഖലയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട്
ഇദ്ദേഹമാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത് പിന്നെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട വിശദീകരണത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണത്തിൻ്റെയും പ്രത്യാരോപണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ അപ്പുറം കുറേ ഇതുപോലുള്ള രഹസ്യമായിരിക്കുന്ന കുറേ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാണാതായവരുടെ ലിസ്റ്റ് അത് ഇതിനിടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ഒരു 300-ലധികം ആളുകളുടെ ലിസ്റ്റൊക്കെ ഇതിനിടയിൽ ആദ്യ യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഒരു വൈകാരികമായിരിക്കുന്ന തലങ്ങളിലേക്ക് പോകുമെന്ന് അറിഞ്ഞതോടുകൂടി അതേക്കുറിച്ച് പിന്നീട് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ ഇവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുള്ള സമര രീതികളൊക്കെ മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബന്ദികൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ബന്ദികളും അവരുടെ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സർക്കാരിനോട് സംസാരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടത്. ഏതായിരുന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഖാൻ യൂനിസിൻ്റെ ഭാഗങ്ങളിൽ ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ മേഖലകളിൽ അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ്. 2 പേരുടെ മരണമാണ് പറഞ്ഞതെങ്കിലും ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ബോംബ് സ്ഫോടനം പോലെയുള്ള സംഭവമാണ് ബങ്കറിൻ്റെ അകത്തുണ്ടായത് എങ്കിൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എത്ര എണ്ണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് സംശയം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഏതായിരുന്നാലും ഖാൻ യൂനിസിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ്.